ഉൽപ്പത്തി പുസ്തകമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 27-ാമത്തെ അധ്യായമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. അതിന് തല്പമായ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിന് പ്രധാനമായി നമ്മൾ കണ്ട ഒരു കാര്യം, മൂത്ത സഹോദരനായിരിക്കുന്ന യേശാവിന്റെ അനുഗ്രഹം ഇളയ സഹോദരനായി ആയിരിക്കുന്ന യാക്കോബിന് ലഭിച്ചതായിട്ട് നാം ദൈവത്തിന്റെ വചനത്തിൽ കൂടെ കാണുകയുണ്ടായി. ആത്മീയമായിട്ട് നാം ചിന്തിക്കുമ്പോൾ പറയുമ്പോൾ, ഇന്ന് നമ്മുടെ മൂത്ത ജ്യേഷ്ഠ സഹോദരൻ എന്ന് പറയുന്ന കർത്താവ് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹം നമുക്ക് പിതാവ് യേശു ക്രിസ്തു മുഖാന്തരം നൽകി. ആ യാക്കോബിന് മൂത്ത ജ്യേഷ്ഠനായിരിക്കുന്ന യേശാവിന്റെ അനുഗ്രഹങ്ങൾ കിട്ടാൻ ഇടയായതിന്റെ കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ കണ്ടായിരുന്നു. യേശാവ് വേട്ടയ്ക്ക് പോയപ്പോൾ യേശാവിന്റെ ഒരു വിശേഷ വസ്ത്രം ആ വീട്ടിലുണ്ടായിരുന്നു. യേശാവിന്റെ ആ വിശേഷ വസ്ത്രം യാക്കോബ് ധരിക്കാനിടയായി. യാക്കോബ് യേശാവിന്റെ വിശേഷ വസ്ത്രം ധരിച്ചിട്ടാണ് പിതാവിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ആ യേശാവിന്റെ അഥവാ മൂത്ത ജ്യേഷ്ഠനാകുന്ന ഇന്ന് നമ്മുടെ മൂത്ത സഹോദരനായ യേശു ക്രിസ്തുവിന്റെ വസ്ത്രം നമ്മൾ ധരിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യം. പ്രവാചകൻ ഇങ്ങനെ അതിനെക്കുറിച്ച് പറയുണ്ടായി, അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു, നീതിയുടെ അങ്കി എന്നെ ഇടിച്ചിരിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ നീതിയാകുന്ന ആ അങ്കി, ആ വസ്ത്രം നമ്മൾ ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് പിതാവായ ദൈവത്താൽ യേശു ക്രിസ്തുവിനുള്ള അവകാശത്തിന് കൂട്ടവകാശികളാക്കി ദൈവം നമ്മളെ തീർത്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, പിതാവ് ഈ യാക്കോബിനെ മണത്ത് നോക്കുന്നുണ്ട്. മണത്തപ്പോ ഈ മൂത്ത മകനായിരിക്കുന്ന യേശാവിന്റെ മണമാണ് പിതാവിന് കിട്ടിയത്. അതുകൊണ്ടാണ് പിതാവ് അനുഗ്രഹിച്ചത്. അപ്പോസ്തലൻ പൗലോസ് അതിനെക്കുറിച്ച് കൊരിന്ത്യലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. പിതാവായ ദൈവം നമ്മളെ മണക്കുമ്പോൾ നമ്മളിൽ നിന്ന് പിതാവിന് ലഭിക്കേണ്ടതായ മണം നമ്മളുടെ മണമല്ല, നേരെ മറിച്ച് മൂത്ത സഹോദരനായ യേശു ക്രിസ്തുവിന്റെ വാസനയാണ് ലഭിക്കേണ്ടത്. അപ്പോസ്തലൻ പൗലോസ് അതിനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞങ്ങള് രക്ഷിക്കുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. ഇപ്പൊ ദൈവം മണക്കുമ്പോൾ, ദൈവം പൗലോസിനെ മണത്തപ്പോ, തന്നോട് കൂടെയുള്ളവരെ മണത്തപ്പം ദൈവത്തിന് കിട്ടിയ വാസന അവരുടെ പൗലോസിന്റെ വാസനയല്ല, കൂട്ടത്തിലുള്ളവരുടെ വാസനയല്ല. ദൈവത്തിന് കിട്ടിയ വാസന ക്രിസ്തുവിന്റെ വാസനയാണ്. അപ്പൊ ആ ക്രിസ്തുവിന്റെ വാസന നമ്മളിൽ നിന്ന് വെളിപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ആ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ക്രിസ്തുവിന്റെ വാസന എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങളാണ്. ആ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ആ കാര്യം നമ്മൾ കാണുകയുണ്ടായി. നമ്മൾ 28-ാം അധ്യായം വരെയാണ് ചിന്തിക്കേണ്ടത്. ഈ 27-ാം അധ്യായത്തിൽ ഈ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പം യേശാവിന് യാക്കോബിനോട് എന്തെന്നില്ലാത്ത അസ്വസ്ഥത തോന്നി, വിരോധം തോന്നി. ഇത് മാത്രമല്ല, യേശാവ് അപ്പനോട് ചോദിക്കണം, അപ്പൊ നിനക്ക് ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ, നീ എന്നെ കൂടെ അനുഗ്രഹിക്കണം. ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് ദൈവത്താലാണ്. നമ്മുടെ റോമാലേഖനം 9-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കുട്ടികൾ ജനിക്കും മുമ്പേ, ഗുണമാകട്ടെ ദോഷമാകട്ടെ പ്രവർത്തിക്കുന്നതിന് മുൻപേ ദൈവത്തിന്റെ നിർണയത്താൽ ഉള്ള ഒരു തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. അപ്പൊ ആ തെരഞ്ഞെടുപ്പിന് പ്രകാരമാണ് ദൈവം ഈ കാര്യങ്ങളെല്ലാം, ഉൽപ്പത്തി പുസ്തകത്തിലെ കാര്യങ്ങളെല്ലാം സംഭവിച്ചതെന്ന് അപ്പോസ്തലൻ പൗലോസിനാൽ റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ മുൻ അറിവിനും മുൻ നിർണയത്തിനും ഒത്തവണ്ണമാണ് എന്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും താല്പര്യങ്ങളും എന്താണോ അതിനുവേണ്ടി നമ്മളെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം വിവിധങ്ങളായ വഴികളും വിവിധങ്ങളായ മാർഗങ്ങളിലൂടെ നമ്മളെ നടത്തുകയും എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന്റെ ഏക ഉദ്ദേശം ദൈവത്തിന്റെ പ്ലാനിലേക്ക് നമ്മളെ ആക്കി തീർക്കുക എന്നുള്ളതാണ്. അതിന് വിവിധങ്ങളായ മുഖാന്തരങ്ങളിൽ കൂടെയാണ് ഓരോരുത്തരെ ദൈവം നടത്തുന്നത്.
നമുക്കറിയാം ദാവീദിനെ ദൈവം ആദ്യത്തെ 40 വർഷം വനാന്തരത്തിൽ കൂടെ നടത്തിയതിന്റെ കാരണം പിൽക്കാലത്തുള്ള 40 വർഷം ഇസ്രായേലിലെ രാജാവായി രാജഭരണം നടത്തേണ്ടതിന് വേണ്ടിയായിരുന്നു. എന്നാൽ മോശയെ ആദ്യത്തെ 40 വർഷം ദൈവം ഫറവോന്റെ കൊട്ടാരത്തിൽ ആക്കിയതിന്റെ താല്പര്യം, പിന്നത്തെ 40 വർഷം മരുഭൂമിയിൽ ആടിനെ തെറ്റുന്ന ജോലിയിലും ആക്കിയതിന്റെ താല്പര്യം, ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെ മിസ്രൈമിൽ പിടിച്ച് മരുഭൂമിയിൽ കൂടെ കനാനിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യം മോശയ്ക്ക് ദൈവം പരമേൽപ്പിക്കാൻ വിചാരിച്ചിരുന്നത് കൊണ്ടാണ് മോശയെ തന്റെ പ്രായക്കാരിൽ നിന്ന് എല്ലാം മോശയെ രക്ഷിക്കുകയും ഈ കാര്യങ്ങളെല്ലാം മോശയുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുകയും ചെയ്തത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ നിത്യമായ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ നടക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം വിവിധങ്ങളായ വഴികളിൽ കൂടെ നമ്മളെ നടത്തുകയും ദൈവത്തിന്റെ സമ്പൂർണമായ ഇഷ്ടത്തിലേക്ക് നമ്മളെ എത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അത് ഒരു പക്ഷെങ്കിൽ നമ്മൾക്ക് ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, നമ്മൾ ഈ ശരീരത്തിൽ വസിക്കുന്ന, ജഡത്തിൽ വസിക്കുന്ന സമയത്ത് പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല, മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം പലപ്പോഴും നമ്മുടെ അന്തരാത്മാവിൽ നിന്ന് ഉയരാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ഹൃദയം നാം ആ സമയങ്ങളിലെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ നമ്മളെക്കുറിച്ചുള്ള ആലോചനകളും താല്പര്യങ്ങളും ഒരിക്കലും മാറ്റമില്ലാത്തതും എന്നേക്കും സ്ഥിരമായിരിക്കുന്നതും എന്ന് മാത്രമല്ല, അത് ഏറ്റവും സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്നുള്ളതും നമ്മളെക്കുറിച്ച് ഏറ്റവും മെച്ചമായ കാര്യവും ദൈവം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ യാക്കോബിന് ജ്യേഷ്ഠാവകാശം കിട്ടി. അതുകൊണ്ട് ഏശാവ് വളരെ രോഷാകുലനാകുന്നുണ്ട് എന്ന് മാത്രമല്ല, ഏശാവ് തന്റെ ഉള്ളിൽ ഒരു തീരുമാനമെടുത്തു. അപ്പൻ ഇത്ര പ്രായമൊക്കെ ആയിരിക്കാണ്, അപ്പൻ ഒരു ദിവസം മരിക്കുമ്പോൾ വിലപിക്കുന്നതിന് വേണ്ടി, ഈ വിലാപം കഴിക്കുന്നതിന് വേണ്ടി ഈ യാക്കോബും വരുമ്പോൾ ഞാൻ അവനെ കൊല്ലും എന്ന് തന്നെയാണ് ഏശാവ് ഹൃദയത്തിൽ പറഞ്ഞത്. ആ ഏശാവിന്റെ ഹൃദയത്തിന്റെ നിരൂപണം യാക്കോബിനെ അധികമായി സ്നേഹിച്ചിരുന്ന തൻ്റെ അമ്മ ഇത് മനസ്സിലാക്കിയിട്ട് ഈ യാക്കോബിനെ ആ ഭവനത്തിൽ നിന്ന് തൻ്റെ ഭവനത്തിലേക്ക് വളരെ വേഗത്തിൽ പറഞ്ഞു വിടുന്ന ഒരു കാര്യമാണ് 28-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്നത്. അവിടെ അവൾ പറയുന്നൊരു കാര്യമുണ്ട്, രണ്ടുപേരും. അപ്പൊ ഈ ഏശാവ് എന്തായാലും യാക്കോബിനെ കൊല്ലും. അപ്പോ അങ്ങനെ ഒരു നാശം ഭവിക്കാതിരിക്കാൻ ഈ മോൻ ഈ അമ്മയ്ക്ക് നഷ്ടമാകാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ. ഇവന്റെ കണ്ണുമെട്ടത്തിൽ നിന്ന്, ഇവന്റെ സാഹചര്യത്തിൽ നിന്ന്, ഇവന്റെ സാമീപ്യത്തിൽ നിന്ന് ഈ യാക്കോബിനെ മാറ്റിക്കളയുന്നുള്ളതാണ്. അങ്ങനെ ആ യാക്കോബിനെ അവര് 16-ാമിലേക്ക് പറഞ്ഞു വിടുന്നതായിട്ട് നമ്മൾ കാണുന്നത് 28-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. യാക്കോബ് അങ്ങനെ ലാബാന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ലാബാന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ 28-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. എന്നാൽ യാക്കോബ് ബെർശേബയിൽ നിന്ന് പുറപ്പെട്ടു ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ പാർത്തു. അപ്പോൾ ഈ യാക്കോബിന്റെ ജീവിതത്തിൽ നമ്മളിവിടെ കാണുന്നത് സൂര്യൻ അസ്തമിച്ചു എന്നൊരു വാക്ക് കാണുന്നുണ്ട്. സൂര്യൻ അസ്തമിക്കുക എന്ന് പറഞ്ഞാൽ തന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോയി, സൂര്യൻ അസ്തമിച്ചു പോയി. എന്നാൽ ഈ സൂര്യൻ അസ്തമിച്ച കാര്യം 21 വർഷത്തിന് ശേഷം നമ്മളവിടെ കാണുന്നുണ്ട്. അവന്റെ ജീവിതത്തിൽ സൂര്യൻ ഉദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 21 വർഷത്തിന് മുൻപ് അസ്തമിച്ചു പോയ സൂര്യൻ 21 വർഷത്തിന് ശേഷം പിന്നെയും യാക്കോബിന്റെ ജീവിതത്തിൽ സൂര്യൻ ഉദിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പൊ യാക്കോബ് ഇങ്ങനെ പോകുന്ന വഴിക്ക് സൂര്യൻ അസ്തമിച്ചു. ഇരുട്ടായപ്പോൾ അവനൊരു സ്ഥലത്ത് കിടന്നുറങ്ങി. ഒരു കല്ല് തലയണയായിട്ട് വെച്ചിട്ട് അവൻ കിടന്നുറങ്ങിയപ്പോൾ ഒരു സ്വപ്നം കണ്ടു. സ്വർഗത്തോളം എത്തുന്ന ഒരു കോണി, ആ കോണിയിൽ കൂടെ ദൈവത്തിന്റെ ദൂതന്മാർ കയറി ഇറങ്ങി ചെയ്യുന്നു എന്ന് മാത്രമല്ല, ആ കോണിയുടെ അങ്ങേ തലക്കിൽ നിന്ന് ദൈവം അവനോട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ദൈവമാണ്. ഇസ്രായേൽ ജനങ്ങളോട് പിന്നീട് ദൈവം പറയുമ്പോഴൊക്കെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന് പറയുന്നു. പല സ്ഥലത്തും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ കാണിക്കുന്നു. എന്നാൽ ഇസ്ഹാക്കിനോട് ദൈവം ഒരിക്കൽ പറഞ്ഞപ്പോൾ ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാണ്.
അപ്പൊ ഈ ഒരു എന്തുകൊണ്ടാണ് ദൈവം ഇസാക്കിനോട് പറയുമ്പോൾ ഞാൻ നിന്റെ പിതാവ് അബ്രഹാമിന്റെ ദൈവമാണെന്ന് പറയുന്നു, യാക്കോബിനോട് പറയുമ്പോൾ ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും ദൈവമാണെന്ന് പറയുന്നു. എന്നാൽ പിന്നീട് കുറെ കഴിഞ്ഞ് ഇസ്രായേൽ ജനങ്ങളോട് ദൈവം മോശയോടൊക്കെ പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ് എന്ന് പറയുന്നു. അപ്പൊ അതിന്റെ എന്താ അതിന്റെ കാരണം? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ നമ്മള് യാക്കോബ് ഇതുവരെയും ദൈവത്തിന് യാഗം കഴിച്ചിട്ടില്ല. നമ്മൾ 31 അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ കാണുന്നത് ആ യാക്കോബ് ദൈവത്തിന് യാഗം കഴിച്ചതിന് ശേഷമാണ് ദൈവവും യാക്കോബും തമ്മിലുള്ള ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഇങ്ങനെ പറയാം, ആര് ദൈവത്തിന് വേണ്ടി യാഗം കഴിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ളവരുമായിട്ട് മാത്രമേ ദൈവത്തിന് സംസർഗമുള്ളൂ, ഇടപാടുള്ളൂ. യാഗം കഴിക്കാത്ത ആരുമായിട്ടും ദൈവത്തിന് യാതൊരു വിധമായ കോണ്ടാക്റ്റും ഇല്ല. അപ്പൊ ഇതുവരെയും ഈ യാക്കോബ് ഒരു യാഗം കഴിച്ചതായിട്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു സ്ഥലത്തും കാണുന്നില്ല. എന്നാൽ യാക്കോബ് മുന്നോട്ട് വരുമ്പം യാക്കോബ് യാഗം കഴിക്കുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അബ്രഹാം പല സമയത്ത് പല സ്ഥലത്ത് യാഗം കഴിച്ചിട്ടുണ്ട്. എന്നാൽ അബ്രഹാം യാഗം കഴിച്ചത് കൊണ്ട് ഇസാക്ക് യാഗം കഴിച്ചിട്ടില്ലെങ്കിൽ അബ്രഹാമിന്റെ ദൈവം മാത്രമായിട്ട് ഈ ദൈവമാകുന്നു. ഇസാക്ക് യാഗം കഴിച്ചാൽ മാത്രമേ ഇസാക്കിന്റെ ദൈവമാകത്തുള്ളൂ. യാക്കോബ് യാഗം കഴിച്ചാൽ മാത്രമേ യാക്കോബിന്റെ ദൈവമാകത്തുള്ളൂ. ഞാൻ യാഗം കഴിച്ചാൽ മാത്രമേ ദൈവം എൻ്റെ ദൈവമാകുന്നുള്ളൂ. നിങ്ങളിൽ ഓരോരുത്തരും അവരവർ യാഗം കഴിച്ചാൽ മാത്രമേ ഈ ദൈവം നിങ്ങളുടെ ദൈവമാകത്തുള്ളൂ. അപ്പൊ യാഗം കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ആ യാഗം എന്ന് പറഞ്ഞാൽ ഒരു ഉടമ്പടിയാണ്. ആ യാഗത്തിൽ കൂടെയാണ് ദൈവം നമ്മുടെ ദൈവമാക്കിയിരുന്നത്. അതുകൊണ്ട് ഇവിടെ ഇപ്പം യാക്കോബിനോട് പറയും, ഞാൻ നിന്റെ ഈ കോണിയുടെ അങ്ങേ തലയ്ക്ക് നിന്നിട്ട് ദൈവം പറയുന്നത് ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ഇസാക്കിന്റെ ദൈവമാണ്. യാക്കോബിന്റെ ദൈവമാണ് നിന്റെ ദൈവമാണെന്ന് പറയുന്നില്ല. അവന്റെ ദൈവമായി ആണെങ്കിൽ അവൻ യാഗം കഴിക്കണം. അപ്പൊ അങ്ങനെ ദൈവം പറയുന്ന കാര്യങ്ങൾ അബ്രഹാമിന്റെ ദൈവം പറഞ്ഞ കാര്യത്തിനാണ് ഈ യാക്കോബിനോടും പറയുന്നത്. അവിടെ പറയുന്നുണ്ട്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസാക്കിന്റെ ദൈവമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. അപ്പൊ ഇതേ കാര്യം തന്നെയാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, നിനക്കും നിന്റെ സന്തതിക്കും തരും. ഇത് മാത്രമല്ല, നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ ആകും. അബ്രഹാമിനോട് ഇത് തന്നെ പറയുന്നുണ്ട്, നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ, ആകാശ നക്ഷത്രം പോലെ, കടൽക്കര മണ പോലെ ആകും എന്ന് പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, അതിന്റെ 14 വാക്യത്തിന്റെ 2-ാം ഭാഗം, നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞ പ്രോമിസ് തന്നെയാണ്. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. സകല വംശങ്ങളും എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ഇത് അബ്രഹാമിനോട് പറഞ്ഞ വാക്തത്വം തന്നെ ദൈവം ആവർത്തിക്കുവാണ്. അബ്രഹാമിനോട് പറഞ്ഞു, ഇസാക്കിനോട് പറഞ്ഞു, യാക്കോബിനോടും ദൈവം ഇപ്പോൾ ഇത് തന്നെയാണ് പറയുന്നത്, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നീ പോകുന്നിടത്തൊക്കെ നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്ത് ഇത് നിവർത്തിക്കും. ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ യാക്കോബിന്റെ ഉറക്കം പോയി. യാക്കോബ് ഉറക്കമുണർന്നപ്പോൾ യാക്കോബ് പറയുന്നൊരു കാര്യമുണ്ട്, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല. യാക്കോബ് 17-ാം വാക്യത്തില് ഈ സ്ഥലം എത്ര ഭയങ്കരം, വളരെ അത്ഭുതകരമായിട്ട് യാക്കോബ് പറയും, ഈ സ്ഥലം എത്ര ഭയങ്കരം. അങ്ങനെ പറയാൻ ഉള്ള ഒരു കാരണം, ഇപ്പൊ നമ്മള് ഉൽപ്പത്തി പുസ്തകം ആദ്യ ഭാഗത്ത് നമ്മൾ ഒരു കാര്യം കണ്ടായിരുന്നു. അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് സാറയുടെ ഭാര്യയാകുന്ന അന്യദേശക്കാരി, അവള് സാറായെ വിട്ടിട്ട് ഓടിപ്പോകുന്ന സമയത്ത് ദൈവത്തിന് തോന്നി നമ്മളെ സന്ദർശിച്ചിട്ട് ഹാഗാറെ നീ എവിടേക്ക് പോകുന്നു ചോദിക്കുന്നു. ഉടനെ അവള് പറയുന്നൊരു കാര്യം, എന്നെ കാണുന്നവനെ
ഞാൻ ഇവിടെയും കണ്ടുവോ, അല്ലെങ്കിൽ എന്നെ കാണുന്നവൻ ഇവിടെയും എന്നെ കണ്ടോ എന്നുള്ള ഒരു ആശ്ചര്യത്തോടെ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഇവിടെ ആ അവൾ അങ്ങനെ അവിടെ ചോദിച്ചു. ഇപ്പൊ യാക്കോബ് പറയാണ്, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇത് സാധാരണ സ്ഥലമല്ല. അതിന് കാരണം സങ്കുചിതമായ ഒരു ചിന്താഗതി ആയിരുന്നു ദൈവത്തെക്കുറിച്ച് പലർക്കും ആ കാലത്തുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ദൈവം ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ദൈവമാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ്, ഒരു ചിന്ത ആ കാലത്ത് അങ്ങനത്തെ ചിന്ത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ യാക്കോബ് ഇത് പറയുന്നത്, ഹാഗാർ അത് പറഞ്ഞത്. കാരണം എന്നെ കാണുന്നവരെ ഇവിടെയും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ അവരെ കാണത്തില്ല എന്നുള്ള ചിന്തയായിരുന്നു അവളുടെ ഹൃദയത്തിലുണ്ടായിരുന്നത്. യാക്കോബ് ഒരു കാട്ടിലിപ്പോ കിടന്നുറങ്ങുക, ഒരു കല്ല് തലവണ വെച്ചിട്ട്, ഈ സ്ഥലം സാധാരണ സ്ഥലം, ഇത് ഭയങ്കരമായ ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള വളരെ ആശ്ചര്യമായ ഒരു പ്രസ്താവനയാണ് താൻ പറയുന്നത്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാ സകല സ്ഥലത്തും ഉണ്ട്. ദാവീദ് അതിനെ കുറിച്ച് പറയുന്നത്, ഞാൻ സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താൽ അവിടെ നിന്റെ കൈ നടത്തും എന്ന് മാത്രമല്ല, ഞാൻ പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ അവിടെ നീ എന്നെ കാണും, നിന്റെ സാന്നിധ്യം അവിടെ നീ എന്നെ കാണുന്നുണ്ട്. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കുന്നില്ല എന്നെല്ലാം ദാവീദ് തന്റെ പാട്ടിൽ, സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ദൈവം ഒരു സ്ഥലത്ത് മാത്രം, ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ദൈവമല്ല. ദൈവം സർവ്വവ്യാപിയാണെന്ന് നമുക്കറിയാം. എന്നാൽ യാക്കോബ് ഇവിടെ പറയുന്നത് ഇത് ഭയങ്കരമായ സ്ഥലമാണ് എന്ന് മാത്രമല്ല, താൻ ഒരു കല്ല് അവിടെ നാട്ടി അതിന്റെ മേലെ എണ്ണ ഒഴിച്ചിട്ട് പറഞ്ഞു, കുറെ കണ്ടീഷൻ ദൈവം വെക്കുവാണ്. പിന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്താൽ ഞാൻ ദൈവത്തിന് ദശാംശം കൊടുക്കും എന്ന് മാത്രമല്ല, എന്നെ സമാധാനത്തോടെ എൻ്റെ അപ്പന്റെ ഭവനത്തിലേക്ക്, എൻ്റെ ഈ ദേശത്തേക്ക് എന്നെ മടക്കി വരുത്തിയാൽ ഈ കല്ല് ദൈവത്തിന്റെ ആലയമാകും. ഇത് ദൈവത്തിന്റെ ആലയമാകും എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് തന്നെയാണോ പിന്നീട് യെരൂശലേം ദേവാലയം സ്ഥാപിക്കപ്പെട്ടത് എന്നതിൽ രണ്ട് വിധമായ തർക്കങ്ങളുണ്ട്. ഈ സ്ഥലമാണ് എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്, എന്നാൽ ഒരിക്കലും ഈ സ്ഥലമല്ല. അത് അബ്രഹാം ഇസാക്കിനെ കഴിച്ച മോറിയ ദേശത്താണ്, മോറിയ മലയിലാണ്. അത് പിന്നീട് അത് ഓർണാന്റെ കളമായി മാറി. ദാവീദ് ആ ഓർണാന്റെ കളത്തിൽ കഴിച്ച് ഉണ്ടായി. ആ സ്ഥലമാണ് യെരൂശലേം ദേവാലയം പിന്നീട് ശലോമോൻ പണിയാനിടയാത് എന്ന് ഇത് കുറച്ചുകൂടെ പ്രബലമായ ഒരു ആർഗ്യുമെന്റ്, ഒരു വാദഗതി അങ്ങനെയുണ്ട്. ഇവിടെ ഇപ്പോ യാക്കോബ് പറയുന്നു ഇത് ദൈവത്തിന്റെ ആലയമായി തീരും. അങ്ങനെ ഈ യാക്കോബ് ഓടിപ്പോയി. 29 അധ്യായത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് പ്രയാണം ചെയ്തു. പ്രയാണം ചെയ്ത് പോകുന്ന വഴിക്ക് ഒരു കിണർ കണ്ടു. ആ കിണറിന്റെ അവിടെ ഇരുന്നപ്പോൾ തന്റെ ഏത് ഭവനത്തിൽ ലാബാന്റെ വീട്ടിലേക്കാണ് താൻ പോകുന്നതെന്ന് ലക്ഷ്യം വെച്ച് പോയപ്പോൾ ലാബാനെ കുറിച്ച് അവിടെ ചെന്നതിന് ശേഷം അന്വേഷിച്ചു. അവൻ സുഖമായിരിക്കുന്നു പറഞ്ഞു. താൻ അന്വേഷണത്തിന്റെ കൂട്ടത്തിൽ അന്വേഷിച്ചവര് പറഞ്ഞു, ഇത് ലാബാന്റെ മോള് വരുന്നുണ്ട്, അവള് ആണ് വരുന്നത്, അവളാണ് ആടിനെ തീറ്റിക്കൊണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവള് ഈ ലാബാന്റെ മോളെ താൻ തൻ്റെ സ്വന്തമായതുകൊണ്ട് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ഇവർ രണ്ടുപേരും കൂടെ ലാബാന്റെ വീട്ടിലേക്ക്, ഇവനെ സ്വീകരിച്ചു. ലാബാന്റെ വീട്ടിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ലാബാന്റെ വീട്ടില് ഈ ലാബാൻ ഒരു മാസം കഴിഞ്ഞപ്പോൾ ലാബാൻ ഒരു കണ്ടീഷൻ വെച്ചു യാക്കോബിനോട്, നീ വെറുതെ എന്നെ നമ്മൾ തമ്മിൽ സഹോദരന്മാരാണ്, നീ വെറുതെ നിന്റെ സേവനം എനിക്ക് താല്പര്യമില്ല, നീ വെറുതെ എന്നെ സേവിക്കണ്ട, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, എന്താണ് താല്പര്യപ്പെടുന്നത്? ഇപ്പൊ ലാബാനോട് പറഞ്ഞൊരു കാര്യം ഉണ്ട്. യാക്കോബ് പറഞ്ഞത്, നിനക്ക് ലാബാന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഈ യാക്കോബിന്റെ ഹൃദയത്തിൽ അമ്മയും അപ്പനും ഒക്കെ പറഞ്ഞു വിട്ട ഒരു പർപ്പസ് യാക്കോബിന്റെ ഹൃദയത്തിലുണ്ട്, താല്പര്യമുണ്ട്. ആ താല്പര്യം എന്ന് പറയുന്നത്, ഇവരിപ്പോ ഉള്ള ഈ യാക്കോബ് ഓടിപ്പോകുന്നതിന്റെ ഒരു കാരണം, ഒരു താല്പര്യം, ആ ദേശത്ത് നിന്നും തനിക്കൊരു ഭാര്യ എടുക്കാതെ ഈ ഓടിപ്പോകുന്ന ദേശത്ത് ഈ ലാബാന്റെ ആ ദേശത്ത് വന്നിട്ട് ഒരു ഭാര്യ എടുക്കണം എന്നുള്ള താല്പര്യം ഈ യാക്കോബിന്റെ ഹൃദയത്തിലുണ്ട്.
ആ താല്പര്യം ലാബാനോട് പറയുന്നത്, ഞാൻ നിനക്ക് വേണ്ടി 7 വർഷം സേവ ചെയ്യാം, പക്ഷേ നിന്റെ 2 പുത്രിമാരിൽ ഒരാളെ എനിക്ക് വിവാഹം ചെയ്തതാണ്. താൻ താല്പര്യപ്പെട്ടത് റാഹേലിനെയാണ്. എന്നാൽ സംഭവിച്ചത് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം. റാഹേൽ പകരം ലേയാണ് താൻ അബദ്ധവശാൽ ആദ്യമായിട്ട് വിവാഹം ചെയ്യേണ്ടി വന്നത്. എന്നാൽ പിന്നെയും ഒരു 7 വർഷം കൂടെ വേല ചെയ്തു, ലാബാനിന്റെ വീട്ടിൽ സേവ ചെയ്തു. അതിന്റെ അനന്തരഫലമായിട്ട് റാഹേലിനെ തനിക്ക് ഭാര്യയായിട്ട് കിട്ടാനിടയായി. 29-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിലാണ് അത് എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു വാക്യമാണത്. അങ്ങനെ യാക്കോബ് റാഹേലിന് വേണ്ടി 7 സംവത്സരം സേവ ചെയ്തു. അവൻ അവളെ സ്നേഹിക്കൊണ്ട് അത് അവന് അല്പകാലം പോലെ തോന്നി എന്നൊരു വാക്യമോടെ വാക്യത്തിൽ നമ്മൾ 29-ാം അധ്യായം ഉൽപ്പത്തി 29-ന്റെ 20-ാമത്തെ വാക്യത്തിലാണ് ഈ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അവളെ സ്നേഹിക്കുന്ന നിമിത്തം ഇത് ഈ 7 വർഷം എന്ന് പറയുന്ന അല്പകാലം പോലെ തോന്നി. ഈ 7 വർഷത്തെ യാക്കോബിന്റെ ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാബാന്റെ ഭവനത്തിലെ യാക്കോബിന്റെ ജീവിതം എന്ന് പറയുന്നത്, നമ്മൾ ലളിതമായിട്ട് പറയുമ്പോൾ ആടിനെ തീറ്റിലായിരുന്നു ഒക്കെ പറയുമ്പോൾ അതിന്റെ കാഠിന്യങ്ങൾ എത്രമാത്രം ഉണ്ടെന്ന് മുൻപോട്ട് ഈ ലാബാനുമായിട്ട് വേർപിരിയുന്ന സമയത്ത് യാക്കോബ് പറയുന്നു. എന്തുമാത്രം പ്രയാസങ്ങൾ താൻ അവിടെ അനുഭവിച്ചിരുന്നു. അവിടെ താൻ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: പകലത്തെ വെയിൽ കൊണ്ടും രാത്രിയിലത്തെ ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു. രാത്രിയിൽ അതികഠിനമായ തണുപ്പാണ്, അതിനനുസൃതമായിട്ട് പകല് സമയത്ത് ഭയങ്കര വെയിൽ. അപ്പോൾ താൻ പറയുന്നത്, പകലത്തെ വെയിൽ കൊണ്ടും രാത്രിയിലത്തെ ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു എന്ന് മാത്രമല്ല, എൻ്റെ കണ്ണിന് ഉറക്കമില്ലാതെയായി. അതുമല്ല, പകൽ കളവ് പോയതിനെയും രാത്രി ദുഷ്ടമൃഗങ്ങൾ കടിച്ച് കീറി പോയതിനെയും ഞാൻ ഉത്തരവാദിയായി. അപ്പൊ ഇങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം എന്ന് യാക്കോബ് ലാബാൻ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, അവിടെ പറയുന്ന കാര്യം, അബ്രഹാമിന്റെ ദൈവവും ഇസാക്കിന്റെ ഭീതിയുമായവൻ എന്നെ സഹായിച്ചില്ലെങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. അപ്പോ യാക്കോബിന് ഒരു കാര്യം നല്ല നിശ്ചയമുണ്ട്. യാക്കോബ് ലാബാന്റെ വീട്ടിൽ നിന്ന് പോകുന്നത് വെറും കൈയായിട്ടല്ല പോകുന്നത്. പ്രിയമുള്ളവരെ, ഈ ലാബാൻ എന്ന് പറയുന്നത് ഇപ്പോ നമ്മൾ ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ ലാബാൻ എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ നിഴലായി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതാണ്. നമ്മൾ മുന്നോട്ട് വരുന്ന അധ്യായങ്ങളിൽ കുറച്ചും കൂടെ വ്യക്തതയോടെ ഈ കാര്യം നമുക്ക് ബോധ്യം വരും. നമ്മൾ കാര്യങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കുമ്പോൾ, കാണുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നമുക്ക് അല്പം കൂടെ ബോധ്യം വരും. ലാബാൻ എന്ന് പറയുന്നത് ഇന്ന് ഈ ലോകത്തിന്റെ നിഴലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ യാക്കോബ് അവിടെ പറയുന്ന കാര്യം മുന്നോട്ടുള്ള അധ്യായങ്ങളിലാണ് അതുള്ളത്, എങ്കിലും ഞാൻ ഇപ്പം പറഞ്ഞെന്ന് മാത്രം. അപ്പൊ ലാബാനോട് യാക്കോബ് പറയുന്ന ഒരു കാര്യം, അബ്രഹാമിന്റെ ദൈവം ഇസാക്കിന്റെ ഭീതിയുമായവൻ എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. ഈ ലോകം നമ്മളെ ഓരോരുത്തരെയും വെറും കൈയോടെ അയച്ചു കളയാൻ താല്പര്യപ്പെടുന്ന ലോകമാണ്. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ഓരോരുത്തരും വെറും കൈയോടെ മാറ്റപ്പെടണമെന്നാണ് ഈ ലോകം താല്പര്യപ്പെടുന്നത്. ലോകവും ജഡവും പിശാചും ഒരുമിച്ച് നിന്നിട്ട് അതിനുവേണ്ടിയാണ് അശ്രാന്തമായ പരിശ്രമം നമുക്കെതിരായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാം ഈ ലോകത്തിൽ മാറ്റപ്പെടുമ്പോൾ ഒന്നുമില്ലാത്തവരായി നാം മാറ്റപ്പെടണം. എന്നാൽ യാക്കോബ് പറയുന്നൊരു കാര്യമുണ്ട്: ദൈവം എന്നെ സഹായിച്ചതുകൊണ്ട് ഞാൻ ഇപ്പോൾ അങ്ങനെ വെറും കൈയായിട്ടല്ല പോകുന്നത്. ദൈവം നമ്മളെ സഹായിച്ചില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൽ നിന്ന് വെറും കൈയായി പോകേണ്ടി വരും. എന്നാൽ യാക്കോബ് ഇപ്പം ലാബാന്റെ ഭവനത്തിൽ നിന്ന് പോകുന്നത്, അഥവാ ഈ ലോകത്തിൽ നിന്ന് ആത്മീയമായി ചിന്തിക്കും ഈ ലോകത്തിൽ നിന്ന് പോകുന്നത് അനവധി സ്വത്തും സമ്പാദിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ ലോകത്തിന്റെ സമ്പത്തല്ല, ഈ ലോകത്തിൽ നിന്നുകൊണ്ട് ദൈവരാജ്യത്തിൽ സമ്പാദിച്ച സമ്പാദ്യങ്ങളുമായിട്ടാണ് പോകുന്നത്. നമ്മൾ വെറുകയായി ഈ ലോകത്തിൽ നിന്നും അക്ഷരീയമായി നമ്മൾ വെറുകയോടെ പോകുന്നുവെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞല്ലോ, സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുന്ന പല കാര്യങ്ങളെ കുറിച്ച് യേശു പറയുകയുണ്ടായി. യേശു പറഞ്ഞു, പുഴുവും തുരുമ്പും കെടുക്കാത്തതും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാത്തതുമായി സ്വർഗത്തിൽ നിക്ഷേപം കരുതിക്കൊള്ളുക.
ആ കാഴ്ചപ്പാട് നമുക്ക് കിട്ടിയാൽ, പ്രിയമുള്ളവരെ, നമുക്ക് എത്രയോ അധികം ആത്മീയമായ ശുഷ്കാന്തിയുള്ളവരും ആത്മീയത്തിൽ ശ്രേഷ്ഠരായി തീരും ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരും. ഈ പുഴുവും തുരുമ്പും കെടുക്കുന്നതും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുന്നതുമായ ഈ ലോകത്തിലെ നിക്ഷേപങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും നമ്മളെല്ലാം പരക്കം പായുന്നത്. നമ്മുടെ ഹൃദയത്തിൽ പെട്ടെന്ന് ആദ്യം വരുന്ന ചിന്ത ഏതാണ്? അതല്ല, എനിക്ക് ഈ ലോകത്തിലെ നിക്ഷേപങ്ങളെക്കാൾ സ്വർഗത്തിലാണ് നിക്ഷേപം കരുതേണ്ടത് എന്ന് ഉള്ള ചിന്ത രണ്ടാമതായിരിക്കും വരുന്നത്. യേശു പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അവിടെ നമ്മൾ 2 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ സഹോദരൻ പറയുന്നുണ്ടായി. അവിടെ കാണുന്നത് ധനാഢ്യനായ ഒരു ചെറുപ്പക്കാരൻ യേശുവിനോട് വന്ന് ദൈവരാജ്യത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചു, താല്പര്യപ്പെട്ടു, വളരെ താല്പര്യത്തോടെ അന്വേഷിച്ചു. യേശു പറഞ്ഞത്, ഒരു കുറവ് നിനക്കൊരു കുറവുണ്ട്. നീ വളരെ ചെറുപ്പം പോലെ ആചരിക്കുന്ന പല കാര്യങ്ങളുണ്ട്, നല്ല കാര്യം തന്നെ, ഓക്കെ. പക്ഷേ ഒരു കുറവ് നിനക്ക് ബാക്കിയുണ്ട്. അത് നിനക്കുള്ളതെല്ലാം വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്നിട്ട് എന്നെ അനുഗമിക്കുക. അപ്പോ ദരിദ്രർക്ക് കൊടുക്കുക എന്നിട്ട് യേശു പറഞ്ഞത്, അങ്ങനെ ചെയ്താൽ, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്താൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്നിട്ട് എന്നെ അനുഗമിക്കുക. അപ്പൊ ഇത് രണ്ടും 2 പാർട്ടാണ്. ഒന്ന്, ഉള്ളതെല്ലാം വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുക്കുക എന്നുള്ളത് ഒരു ഭാഗം. അതിന്റെ റിസൾട്ടാണ്, അതിന്റെ അനന്തരഫലമായി നമുക്ക് ലഭ്യമാകുന്ന കാര്യമാണ് സ്വർഗത്തിൽ ഉള്ള നിക്ഷേപം, സ്വർഗത്തിൽ നിക്ഷേപം. പിന്നെ വന്നിട്ട് എന്നെ അനുഗമിക്കുക. അപ്പൊ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ എല്ലാവർക്കും, കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിലുള്ള കൂട്ടവകാശം ഉണ്ട്. അപ്പോൾ തന്നെ സ്വർഗത്തിലെ നിക്ഷേപം ഈ ലോകത്തിലെ എല്ലാം വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുക്കുന്നവർക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും എന്ന് യേശു പറയുന്നുണ്ടായി. സ്വർഗത്തിൽ നിക്ഷേപം ഉള്ളവനായി യാക്കോബിനെ ഈ ലോകത്തിൽ നിന്ന് പറഞ്ഞുവിടാൻ ഈ ലോകം തയ്യാറല്ല. നേരെ മറിച്ച് ഈ ലോകത്തിലുള്ള സമ്പത്തുമായിട്ട് അതിൽ വ്യാപരിക്കുന്നവരായി ഈ ലോകത്തിൽ ജീവിക്കാനാണ് ലോകം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ലാബാന്റെ താല്പര്യം അതായിരുന്നു. ലാബാൻ എന്നാൽ സന്ദർഭവശാൽ ലാബാനിൽ നിന്ന് ഇതെല്ലാം യാക്കോബിന് ആയിത്തീർന്ന സംഭവം നമുക്ക് അറിയാം. അതിനെക്കുറിച്ച് നമുക്ക് ദൈവം അനുവദിക്കുന്ന പക്ഷം അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.